കുട്ടികളെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്ത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓർബിറ്റൽസിന്റെ ഷേപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പിയും ഡിയും ഓർബിറ്റൽസ് ഒക്കെ വരച്ച് പഠിച്ചു വന്നു. ഓക്കെ, നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടോപ്പിക്കിന്റെ പേര് ക്വാണ്ടം നമ്പേഴ്സ് എന്നാണ്. ആ ടോപ്പിക്കിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. An atom consists of a large number of orbitals. അപ്പൊ ഓരോ ആറ്റത്തിനും ഒരുപോലെയുള്ള ഓർബിറ്റൽസ് ഒന്നുമല്ല. These orbitals are distinguished by, ഇങ്ങനെയുള്ള ഓർബിറ്റൽസുകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക മീൻസ് തരംതിരിക്കുക. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയന്റേഷൻ. എന്തിന്റെ ബേസിസിലാണ്? സൈസിന്റെ, ഷേപ്പിന്റെ അല്ലെങ്കിൽ ഓറിയന്റേഷന്റെ ഒക്കെ ബേസിസിലാണ് ഇതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്വാണ്ടം നമ്പേഴ്സ് എന്ന പേരിൽ അറിയപ്പെടും. ഇപ്പൊ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? An atom consists of a large number of orbitals. These orbitals are distinguished by size, shape and orientation. മറക്കല്ല്. എന്താണ് ക്വാണ്ടം നമ്പറിന്റെ ഡെഫിനിഷൻ? An atom consists of a large number of orbitals. These orbitals are distinguished by എന്താണ്? Size, shape and orientation. Clear ആയല്ലോ? ഇനി ക്വാണ്ടം നമ്പേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 4 ടൈപ്സ്. ക്വാണ്ടം നമ്പറുകളെ നമുക്ക് 4 ആയി തരംതിരിക്കാം. അതിന്റെ പേരുകൾ മറക്കല്ല്. ഒരു പരീക്ഷയ്ക്ക് ഈ 4 ക്വാണ്ടം നമ്പറിന്റെ പേരെഴുതാനാണ് ചോദിച്ചത്. ഓരോ ക്വാണ്ടം നമ്പറിനെ ഞാൻ കുറിച്ച് പറയാണ്. ഫസ്റ്റ് ക്വാണ്ടം നമ്പറിന്റെ പേര് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ്. എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തിന് പറയുന്ന പേര് അസിംതൽ ക്വാണ്ടം നമ്പർ എന്നാണ്. എന്താണ്? അസിംതൽ ക്വാണ്ടം നമ്പർ. അതിന് പറയുന്ന വേറൊരു പേരുണ്ട് സബ്സിഡറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറയാം. എന്താണ്? സബ്സിഡറി അല്ലെങ്കിൽ ആംഗുലാർ ക്വാണ്ടം നമ്പർ എന്ന് പറയാം. തേർഡ് വൺ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് ഫോർത്ത് വൺ സ്പിൻ ക്വാണ്ടം നമ്പർ. നാലാമത്തെ എന്താ? സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പൊ 4 ക്വാണ്ടം നമ്പറിന്റെ പേര് പഠിക്കുക. ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിംതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഓരോ ക്വാണ്ടം നമ്പറുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ ക്വാണ്ടം നമ്പറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വളരെ ഈസി ആയി. അപ്പൊ ആ കാര്യം ഞാൻ പറയാം. ഞാനൊരു ടേബിൾ വരച്ചിട്ടേക്കാം. ആദ്യത്തെ ടേബിളിൽ മെയിൻ ഷെൽ എന്ന് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തത് സബ് ഷെൽ എന്ന് എഴുതിയിട്ടുണ്ട്, മൂന്നാമത്തത് ഓർബിറ്റൽ എന്ന് എഴുതിയിട്ടുണ്ട്, നാലാമത്തത് സ്പിൻ ഓറിയന്റേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എടുക്കുന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്? മെയിൻ ഷെല്ലിനെ കുറിച്ച്. ക്ലിയർ. രണ്ടാമത്തത് അസിംതൽ ക്വാണ്ടം നമ്പർ ആയിരിക്കും. അത് എന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്? സബ് ഷെല്ലുകളെ കുറിച്ചായിരിക്കും. മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ എന്തിനെ കുറിച്ചാ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനെ കുറിച്ചാ? ഓർബിറ്റൽസ്. നമുക്കറിഞ്ഞ ഓർബിറ്റൽ, സ്പെറിക്കൽ ഷേപ്പ്, ഡംബൽ ഷേപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നാലാമത്തെ ക്വാണ്ടം നമ്പർ ഏതാ? സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. അതെന്തിനെ കുറിച്ചാണ്? സ്പിൻ ഓറിയന്റേഷനെ കുറിച്ചാണ്. ഇലക്ട്രോണിന്റെ സ്പിൻ ഓറിയന്റേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ ഓർക്കുക, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താ? മെയിൻ ഷെൽ. അസിംതൽ ക്വാണ്ടം നമ്പർ ഏതാ? സബ് ഷെൽ. അടുത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഏതാ? ഓർബിറ്റൽ. സ്പിൻ ക്വാണ്ടം നമ്പർ ഏതാ? സ്പിൻ ഓറിയന്റേഷൻ. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് നോക്കാം. ഇപ്പൊ മെയിൻ ഷെല്ലുകൾ ഏതൊക്കെയുണ്ട്? K, L, M, N എന്ന് പറയുന്ന മെയിൻ ഷെല്ലുകൾ ഉണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം? 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് മെയിൻ ഷെല്ലുകളെ നമ്മൾ ബോർ ആറ്റം മോഡലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മെയിൻ ഷെല്ലുകളെ KLMN എന്നും 1, 2, 3, 4 എന്ന് പറയാം. ഓക്കെ, സബ് ഷെൽ നോക്കാം. K എന്ന് പറയുന്ന മെയിൻ ഷെല്ലിന് ഒരു സബ് ഷെൽ ഏതാ? 1s. ഓക്കെ, Kയിൽ 2 ഇലക്ട്രോൺ, Sൽ ഓരോ സബ് ഷെൽ ഓർബിറ്റലുകളിലും 2 ഇലക്ട്രോൺസ് വീതമാണ് വരേണ്ടത്. അപ്പൊ Kയുടെ മെയിൻ ഷെല്ലിന് സബ് ഷെൽ ഏതാ? 1s. ഇനി L എന്ന് പറയുന്ന മെയിൻ ഷെല്ലിന് 2 സബ് ഷെല്ലുകളുണ്ട്. ഏതാ? 2s and 2p. ഏതൊക്കെയുണ്ട്? 2s ഉം 2p. ക്ലിയർ. മൂന്നാമത്തെ മെയിൻ ഷെല്ലാണ് M എന്ന് പറയുന്നത്. അതിന് 3 സബ് ഷെല്ലുണ്ട്. ഏതാ? 3s,
3p ആൻഡ് 3d. ഓർക്കുക, M എന്ന് പറയുന്ന മെയിൻ ഷെല്ലിന് 3 സബ് ഷെല്ലുകളാണ് ഉള്ളത്. 3s, 3p ആൻഡ് 3d. ഇനി N എന്ന് പറയുന്ന മെയിൻ ഷെല്ലിന് 4 സബ് ഷെല്ലുകൾ ഉണ്ട്. 4s, 4p, 4d, 4f. അതായത് 4s, 4p, 4d ആൻഡ് 4f. സംശയമില്ലല്ലോ. അപ്പൊ മെയിൻ ഷെല്ലും കഴിഞ്ഞു, സബ് ഷെല്ലും കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഓർബിറ്റൽസിനെ കുറിച്ചാണ്. അപ്പം എസ് എന്ന് പറയുന്ന ഓർബിറ്റലില് എത്ര എണ്ണം വരും? എസ് ഓർബിറ്റലില് 1 വരുള്ളൂ. ഒരു എസ്, അതാണ് 1. ഇനി രണ്ടാമത്തെ ഇതിനകത്ത് എത്ര എണ്ണം വരും? 2s ആൻഡ് 2p. 2sലാണെങ്കിൽ 1, p-യിലാണെങ്കിൽ 3. പിയുടെ ക്ലാസിഫിക്കേഷൻ എന്താ? px, py, pz അല്ലേ? അത് കൂട്ടുമ്പോൾ ആ 3ഉം ഈ 1ഉം കൂടെ ആയിട്ട് എത്രയായി? 4 ആയി. ഇനി നമുക്ക് എമ്മില് നോക്കാം. 3s, 3p, 3d. 3sലാണെങ്കിൽ എസിലാണെങ്കിൽ 1, ഒരു ഓർബിറ്റിലേ ഉള്ളൂ. 3p-യിലാണെങ്കിൽ എത്ര ഓർബിറ്റിലുണ്ട്? 3 എണ്ണല്ലേ? px, py, pz മറക്കല്ലേ? ആ 3ഉം 1ഉം കൂടെ ആയിട്ട് 4. d-ക്കാണെങ്കിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 എണ്ണമില്ലേ? dxy, dxz, dyz, dx² - y², dz². ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 9 എണ്ണം. ഇനി എന്നിലാണെങ്കിൽ എത്ര ഓർബിറ്റൽസ് നോക്കാം നമുക്ക്. എസിൽ 1, പിയിൽ 3, അപ്പൊ എത്ര? 4. ഇതെത്ര? 5. 5 4 9. ബാക്കി എത്രയായിരിക്കും വരുന്നത്? 7 എണ്ണമായിരിക്കും എഫിൽ വരുന്നത്. ഇപ്പൊ ടോട്ടൽ എത്രയാണ്? 16 ഓർബിറ്റൽസ് ആയിരിക്കും. സംശയമില്ലല്ലോ. ഇവിടെ എസിലാണെങ്കിൽ 1 ഓർബിറ്റൽസ് ആണ്. 2s ഉം 2p-യിലും ആണെങ്കിൽ 4 ഓർബിറ്റൽസ് ആണ്. 3s, 3p, 3d-യിലാണെങ്കിൽ 9 ഓർബിറ്റൽസ് ആണ്. 4s, 4p, 4d, 4f-ലാണെങ്കിൽ 16 എണ്ണം. ഈ എണ്ണം എന്ന് മറക്കല്. എസിൽ 2 എണ്ണം, പിയിൽ 3 എണ്ണം. പിയിൽ 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഓരോ ഓർബിറ്റൽസിലും 2 എണ്ണം വീതം വെക്കാം. അങ്ങനെയാണ് പിയിൽ ടോട്ടൽ 6 എണ്ണം വരും. ഓർബിറ്റൽസ് ചോദിക്കുമ്പോൾ px, py, pz. ഓക്കെ. അടുത്ത ഡിയിലാണെങ്കിൽ ഏതാ? dxy, dxz, dyz, dx² - y², dz². അതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ 10 എണ്ണം വരുന്നത്. അപ്പൊ 5 ഓർബിറ്റൽസ് ആണ്. അങ്ങനെയാണ് ഇവിടെ 9 എണ്ണം വന്നത്. സംശയം വരുന്നത് ഇവിടെ എത്ര എണ്ണം? 16 എണ്ണം വന്നത്. അപ്പൊ നിങ്ങൾ മെയിൻ ഷെല്ലായി, സബ് ഷെല്ലായി, ഓർബിറ്റൽസ് ആയി. ഇനി സ്പിൻ ഓറിയന്റേഷൻ. ഇലക്ട്രോൺസിന് 2 ഓറിയന്റേഷനിലാണ് കാണുന്നത്. +12 അല്ലെങ്കിൽ -12. ഇതൊക്കെ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. +12 അല്ലെങ്കിൽ -12 ആണ് സ്പിൻ ഓറിയന്റേഷൻ വരുന്നത്. ഓക്കെ, അതാണ് സ്പിൻ ക്വാണ്ടം നമ്പറിൽ വരുന്നത്. അപ്പൊ 4 കാര്യങ്ങളും ഈ ടേബിൾ നിങ്ങളൊന്ന് വ്യക്തമായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്വാണ്ടം നമ്പറുകളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടേബിൾ നന്നായിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇവിടെ വരുന്ന നമ്പറിൽ നിന്ന് വ്യത്യാസം വരരുത്. എസിൽ 1 ആണ്, എസ് ഓർബിറ്റലിൽ 1 ആണ്. പി എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. അത് 3 എണ്ണം വരുമ്പോൾ എങ്ങനെയാണ്? px. അത് സംശയം വരരുത്. പി എന്ന് പറയുന്ന ഓർബിറ്റലിൽ 3 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? px, py, pz. ഇതിന്റെ ടോട്ടൽ സമ്മാണ് നമുക്ക് 6 വരുന്നത്. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അതാണ് പി ഓർബിറ്റലിൽ 6 എണ്ണം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡിയിലും വരും. അപ്പൊ ഈ ടേബിൾ നോക്കുക. ഇനി നമുക്ക് ഓരോ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് വളരെ ബ്രീഫ് ആയിട്ട് നമുക്ക് പറയാം. ഈ ടേബിൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് ഓരോ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് പറയാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ n ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? n ആണ്. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടമില് സൈസ് ആൻഡ് എനർജി ഓഫ് ദ ഓർബിറ്റൽസിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഇതിനെ കുറിച്ചാണ് സൈസും അതുപോലെ തന്നെ ഓർബിറ്റൽസിന്റെ എനർജിയെയും കുറിച്ചായിരിക്കും എന്തിൽ പറയുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ പറയുന്നത്. അപ്പൊ ഒരു പോയിന്റ് ശ്രദ്ധിക്കാറുള്ളത്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് n, സ്മാൾ ലെറ്റർ n ആണ്. അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സൈസും അതുപോലെ തന്നെ ഓർബിറ്റൽസിന്റെ എനർജിയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എന്നിന്റെ വാല്യൂ 1 ആകുന്നു എന്ന് വിചാരിക്കുക. അപ്പോഴുള്ള ഓർബിറ്റൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവിടെ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? k. എന്നിന്റെ വാല്യൂ 2 ആകുമ്പോൾ ഓർബിറ്റ് എന്തായിരിക്കും? l ആയിരിക്കും. എന്നിന്റെ വാല്യൂ 3 ആകുമ്പോൾ ഓർബിറ്റൽ എന്തായിരിക്കും? m ആയിരിക്കും. എന്നിന്റെ വാല്യൂ 4 ആയിരിക്കുമ്പോൾ ഓർബിറ്റൽ എന്തായിരിക്കും? ഓർബിറ്റ് എന്തായിരിക്കും? n ആയിരിക്കും അല്ലെ. എന്നിന്റെ വാല്യൂ 1 ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എനർജി ലെവൽ ഈസ് ക്ലോസർ ടു ദ ന്യൂക്ലിയസ്. എനർജി ലെവൽ ന്യൂക്ലിയസിന് അടുത്തായിട്ട് നിൽക്കും. എന്നിന്റെ വില ഇൻക്രീസ് ചെയ്യിപ്പിക്കുമ്പോഴോ ന്യൂക്ലിയസും ഷെല്ലും തമ്മിലുള്ള ദൂരവും എന്ത് ചെയ്യുന്നു? കൂടും. എന്നിന്റെ വില
എന്താകുന്നു? ഒന്നാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ന്യൂക്ലിയസിന് അടുത്തായിട്ടുള്ള കേസിൽ നിൽക്കുന്നത് എൻ ഷെൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ഒരുപാട് ദൂരെ ആയിട്ടല്ലേ എൻ ഷെൽ നിൽക്കുന്നത്. അപ്പം എന്താണ്? എന്നിന്റെ വില ഒന്നാകുമ്പോൾ എനർജി ലെവല് ന്യൂക്ലിയസും തമ്മിൽ വളരെ വളരെ അടുത്തായിരിക്കും. എന്നിന്റെ വില കൂടുമ്പോൾ എനർജി ലെവല് ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്ത് ചെയ്യുന്നു? കൂടും. സംശയമില്ലല്ലോ. അതാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറയുന്നത്. സംശയമില്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിനെ ഡിനോട്ട് ചെയ്ത ലെറ്റർ ആണ് എൻ. അതിന്റെ വാല്യൂസ് എന്തൊക്കെയാ? 1 2 3 4 ആണ്. 1 വന്നു കഴിയുമ്പോൾ എന്താണ്? അടുത്ത ഷെൽ ഏതായിരിക്കും? കെ ആയിരിക്കും. എന്നിന്റെ വില 2 ആകുമ്പോൾ എൽ ഷെൽ ആയിരിക്കും. എന്നിന്റെ വില 3 ആകുമ്പോൾ എം ഷെൽ ആയിരിക്കും. എന്നിന്റെ വില 4 ആകുമ്പോൾ എൽ ഷെൽ ആയിരിക്കും. എൻ ഷെൽ ആയിരിക്കും. സംശയമില്ലല്ലോ. അടുത്ത ക്വാണ്ടം നമ്പറിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. അടുത്തത് അസിംപ്റ്റൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡറി ക്വാണ്ടം നമ്പർ ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എൽ എന്ന് പറയുന്ന ലെറ്റർ. സ്മാൾ ലെറ്റർ എൽ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് അസിംപ്റ്റൽ ക്വാണ്ടം നമ്പറിനെ സൂചിപ്പിക്കുന്നത്, അല്ലെ? അവിടെ നമ്മൾ പറയുന്നത് ആംഗുലാർ മൊമെന്റത്തിന്റെ ഇൻഫർമേഷൻസിനെ കുറിച്ചാണ് അസിംപ്റ്റൽ ക്വാണ്ടം നമ്പറിൽ പറയുന്നത്. ഓർത്തു വെക്കുക, എന്തിനെ കുറിച്ചാണ്? ആംഗുലാർ മൊമെന്റത്തിന്റെ ഇൻഫർമേഷൻസിനെ കുറിച്ചാണ് എന്തിൽ പറയുന്നത്? ആംഗുലാർ മൊമെന്റം അസിംപ്റ്റൽ ക്വാണ്ടം നമ്പറിൽ പറയുന്നത്. അസിംപ്റ്റൽ ക്വാണ്ടം നമ്പറിന്റെ വേറൊരു പേരാണ് സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്ന്. അതിന്റെ വാല്യൂ ശ്രദ്ധിക്കണം, 0 to n-1 വരെയാണ് അതിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ അസിംപ്റ്റൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ വരുന്നത് ഏതിനാണ്ട്? 0 to n-1. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. അസിംപ്റ്റൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ വരുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? 0 to n-1 വരെയാണ് അസിംപ്റ്റൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ. നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ നോക്കാം. എന്നിന്റെ വാല്യൂ 1 ആകുന്നു. എന്നിന്റെ വാല്യൂ 1 ആകുമ്പോൾ ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലിന്റെ വാല്യൂ എത്രയാകും? 0 ആകും. എല്ലിന്റെ വാല്യൂ എത്രയാകും? 0 ആകും. അപ്പോ എല്ലിന്റെ വാല്യൂ 0 ആകുമ്പോൾ അതിനകത്ത് ഒരേ ഒരു സബ്ഷെൽ മാത്രമേ ഉള്ളൂ. അതേതാ? എസ് എന്ന് പറയുന്ന ഒരു സബ്ഷെല്ലായി. അപ്പൊ എല്ലിന്റെ വാല്യൂ 1 ആകുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? 0. ഇതിലോട്ട് നമ്മൾ കൊടുക്കുമ്പോഴാണ് എല്ലിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ അതിനകത്ത് ഒരേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ. ഏതാ? എസ് ആണ്. ഇനി എല്ലിന്റെ വാല്യൂ 2 കൊടുക്കും. അപ്പൊ എല്ലിന്റെ വാല്യൂ എന്തൊക്കെ ആകാം? 0യും ആകാം, 1ഉം ആകാം. എല്ലിന്റെ വാല്യൂ എന്തൊക്കെ ആകാം? 0യും ആകാം, 1ഉം ആകാം. അപ്പൊ അതിനകത്ത് 2 സബ്ഷെല്ലുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? എസും ഉണ്ട്, പിയും ഉണ്ട്. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി എല്ലിന്റെ വാല്യൂ 3 ആകുമ്പോൾ എല്ലിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 0 1 2 ആകാം. അതിനകത്ത് 3 സബ്ഷെല്ലുകളാണ്. ഏതൊക്കെയാണ്? എസ് പി ഡി എന്ന് പറയുന്ന 3 സബ്ഷെല്ലുകളുണ്ട്. ഇനി എല്ലിന്റെ വാല്യൂ 4 ആകുമ്പോൾ എല്ലിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 0 1 2 3 ആണ്. അതിനകത്ത് 4 സബ്ഷെല്ലുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? എസ് പി ഡി എഫ് എന്ന് പറയുന്ന 4 സബ്ഷെല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. സംശയമില്ലല്ലോ. അപ്പൊ ഇത് പഠിച്ചു വെച്ചോണ്ടേ എന്നിന്റെ വാല്യൂ 1 ആകുമ്പോൾ എല്ലിന്റെ വാല്യൂ 0 ആണ്. ഓൺലി 1 സബ്ഷെൽ ഏതാ? എസ് ആണ്. എന്നിന്റെ വാല്യൂ 2 ആകുമ്പോൾ എല്ലിന്റെ വാല്യൂ എത്രയാണ്? 0 1 ആണ്. അതിനകത്ത് 2 സബ്ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? എസും പിയും ആണ്. ഇനി എന്നിന്റെ വാല്യൂ 3 ആകുമ്പോൾ എല്ലിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 0 1 2 ആണ്. അതിനകത്ത് 3 സബ്ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? എസ് പി ഡി ആണ്. ഇനി എന്നിന്റെ വാല്യൂ 4 ആകുമ്പോൾ എല്ലിന്റെ വാല്യൂ ഏതൊക്കെയാണ്? 0 1 2 3 ആണ്. 4 സബ്ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? എസ് പി ഡി എഫ് ആണ്. അപ്പൊ 2 ക്വാണ്ടം നമ്പറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിംപ്റ്റൽ ക്വാണ്ടം നമ്പറും. സംശയമില്ലല്ലോ. ഇനി തേർഡ് വൺ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മാൾ ലെറ്റർ എം ആണ്. എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? സ്മാൾ ലെറ്റർ എം കൊണ്ടാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ സൂചിപ്പിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഓർബിറ്റൽസിന്റെ ഇൻഫർമേഷൻ, ഈ ടേബിൾ വരെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനെ കുറിച്ചാണ്. ഓർബിറ്റൽസിന്റെ ഇൻഫർമേഷനെ കുറിച്ചാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറയുന്നത്. എന്തിനെ കുറിച്ചാണ്? ഈ 4 ക്വാണ്ടം നമ്പറും പഠിക്കണമെങ്കിൽ ഈ ടേബിൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈ ടേബിൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ 4 ക്വാണ്ടം നമ്പർ വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഓർബിറ്റൽസിന്റെ ഇൻഫർമേഷൻസിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറയുന്നത്. അതിന്റെ വാല്യൂ ശ്രദ്ധിക്കുക, -l+l. എന്താണ്? -l+l ഇൻക്ലൂഡിംഗ് 0. ഏത് കൂടെ ചേരുന്നു?
സീറോയും കൂടെ ചേരുന്നതാണ് അതിന്റെ വാല്യൂ വരുന്നത്. അപ്പം മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ എന്താണ്? -L പ്ലസ് L ഇൻക്ലൂഡിംഗ് സീറോ, അല്ലെങ്കിൽ -L നമുക്ക് എന്ത് ഇടാം? ഡോട്ട് ഇട്ടിട്ട് 0 പ്ലസ് L എന്നും ഇടാം, ഇൻക്ലൂഡിംഗ് സീറോ എന്ന് അതുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് എം വാല്യൂ, എം വാല്യൂവിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ ഒരു സമവാക്യമുണ്ട്. അത് നിങ്ങൾ മറക്കല്ലേതാ? 2L plus 1 എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിച്ചാണ് അതിലെ എം വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എം വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2L plus 1 എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിച്ചാണ് എം വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂ ഏതാ? -L plus L ഇൻക്ലൂഡിംഗ് സീറോ. എങ്ങനെ നമുക്ക് എഴുതാം? -L ഡോട്ട് പ്ലസ് എന്താ? ഡോട്ട് കഴിഞ്ഞിട്ട് 0 പ്ലസ് എന്താ? L ആയി. അതുകൊണ്ടാണ് -L പ്ലസ് L എന്ന് ഞാൻ മാത്രം എഴുതിയിട്ടുള്ളത്. -L കഴിഞ്ഞിട്ട് ഡോട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 0 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? പ്ലസ് ഉണ്ട്. അതുകൊണ്ടാണ് -L പ്ലസ് ഇൻക്ലൂഡിംഗ് 0 എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് എം വാല്യൂ കണ്ടുപിടിക്കേണ്ട സമവാക്യം എന്താണ്? 2L പ്ലസ് 1. മറക്കല്ലേ, ഇത് വെച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു ടേബിൾ പറയാൻ ശ്രദ്ധിക്കുക. നമുക്ക് L വാല്യൂ ഉണ്ട്, L ന്റെ വാല്യൂ ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് എം വാല്യൂ ഉണ്ട്, നമ്പർ ഓഫ് എം വാല്യൂ, അതുപോലെ തന്നെ എം വാല്യൂ, നമ്പർ ഓഫ് എം വാല്യൂ ഉണ്ട്, എം വാല്യൂ ഉണ്ട്, ഓർബിറ്റൽസ് ഉണ്ട്. ഇങ്ങനെ 4 കോളങ്ങൾ. ഇതൊക്കെയുണ്ട്. L വാല്യൂ, നമ്പർ ഓഫ് എം വാല്യൂ, അത് കണ്ടുപിടിക്കുന്ന സമവാക്യം 2L പ്ലസ് 1. എം വാല്യൂ ഏതാ? -L പ്ലസ് L ആണ്. അതായത് നമ്മൾ -L ഡോട്ട് ഇട്ടിട്ട് 0 പ്ലസ് L, ഓർബിറ്റൽസ്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. L ന്റെ വില 0 കൊടുക്കുന്നു, L ന്റെ വില 0. അപ്പോ നമ്പർ ഓഫ് എം വാല്യൂ എന്താണ്? നമുക്ക് ഈക്വേഷനിലോട്ട് കൊടുത്താൽ പോലെ 2 × 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 1. സംശയമില്ലല്ലോ. നമ്പർ ഓഫ് എം വാല്യൂ എത്രയായിരിക്കും? 1 ആണ്. അതുപോലെ ഇതിലെ എം വാല്യൂ എത്രയായിരിക്കും വരുന്നത്? നമ്മൾ ഈക്വേഷനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അതിന്റെ ഓർബിറ്റൽസ് ഏതായിരിക്കും? S ആയിരിക്കും. അപ്പൊ L ന്റെ വില 0 ആകുന്നു. അടുത്തത് M ന്റെ വില എന്താണ്? അടുത്ത 2 × 0 പ്ലസ് 1 ഈക്വൽ ടു 1. M ന്റെ വാല്യൂ എന്താകുന്നു? 0 ആകുന്നു. അതിന്റെ സബ്സ്റ്റൻസ് അതിന്റെ ഓർബിറ്റൽ ഏതായിരിക്കും? S ആയിരിക്കും. ഇനി L ന്റെ വാല്യൂ 1 കൊടുക്കുന്നു. L ന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഈക്വേഷനിൽ കൊടുത്താൽ എന്താ? 2 × 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പം 3 ആണെങ്കിൽ ഈ എം ന്റെ വാല്യൂ എന്താണ്? നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ 3 വാല്യൂസ് വരൂലേ? ഏതൊക്കെയാ? -1 വരാം, 0 വരാം, +1 വരാം. എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? PLA, PX, PY, PZ. ഈ -1 ഉം 0 ഉം +1 ഉം എന്തിനെ സൂചിപ്പിക്കുന്നത്? PX, PY, PZ. അതാണ് എന്തെന്ന് പറയുന്നത്? P ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി L ന്റെ വില 2 കൊടുക്കുന്നു. അപ്പൊ നമ്പർ ഓഫ് എം വാല്യൂ എന്താണ്? 2 × 2 + 1 that is equal to 5. അപ്പൊ 5 വാല്യൂസ് വരേണ്ടത് ഏതൊക്കെയുണ്ട്? -2, -1, 0, +1, +2. അപ്പൊ അതിനകത്ത് 5 വാല്യൂസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ അത് ഏത് ഓർബിറ്റലായിരിക്കും? ഇവിടെ D ഓർബിറ്റൽസ് അല്ലേ? ഈ -2, -1, 0, +1, +2 എന്തിനാ സൂചിപ്പിക്കുന്നത്? dxy, dxz, dyz, dx² - y² and dz². അല്ലെങ്കിൽ dz² ന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 0 എന്ന് പറയുന്നത്. ഓർത്തോളെ, dz² ന്റെ വാല്യൂ എന്തായിരിക്കും? 0. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ ഈ ടേബിൾ നോക്കിക്കോളണം. L ന്റെ വില 0 ആകുന്നു. അപ്പൊ നമ്പർ ഓഫ് എം വാല്യൂ കണ്ടുപിടിക്കുന്ന സമവാക്യമാണ് 2L plus 1 എന്ന് പറയുന്ന സമവാക്യം. അപ്പൊ എന്താ? 2 × 0 plus 1 that is equal to 1. അതിലെ എം വാല്യൂ എന്താ? -L പ്ലസ് L ആണ്, ഇൻക്ലൂഡിംഗ് 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇതിൽ കൊടുത്താൽ മതി. അപ്പൊ എന്ത്? 0 കിട്ടും. അതിലെ ഓർബിറ്റൽസ് ഏതായിരിക്കും? S ആയിരിക്കും. ഓക്കെ, L ന്റെ വില 1 കൊടുക്കുമ്പോഴോ നമുക്കിവിടെ എന്ത് കിട്ടും? 3 എന്ന് പറയുന്ന വാല്യൂ കിട്ടൂലേ? അപ്പൊ എം വാല്യൂ എന്തൊക്കെയായിരിക്കും? -1, 0, +1. നിങ്ങൾ അന്തപ്പെട്ടുപോലെ ഈ -1 ഉം 0 ഉം +1 എന്തിനെ സൂചിപ്പിക്കുന്നു? അവിടെ P ഓർബിറ്റലാണ് വരേണ്ട. PX, PY, PZ. ഓക്കെ, L ന്റെ വില 2 കൊടുക്കുമ്പോഴോ 2 × 2 + 1 that is equal to 5. അപ്പൊ 5 വാല്യൂസ് ആയിരിക്കും വരേണ്ടത്. -2, -1, 0, +1, +2. അത് ഏത് ഓർബിറ്റലാ? D ഓർബിറ്റലാണ്. D ഓർബിറ്റൽ ഏതൊക്കെയാ? dxy, dxz, dyz, dx² - y² and dz². ഇത് 0 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? dz² ന്റെ വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. സംശയമില്ലല്ലോ. അപ്പൊ 3 കോണ്ടന്റ് നമ്പർ പറഞ്ഞു. ഈ ടേബിൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ടേബിൾ എന്ന് പറയുന്നത്.
ഇനി ലാസ്റ്റ് ക്വാണ്ടം നമ്പർ ആണ്, അതൊന്നുമില്ല, സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. ഈ സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറഞ്ഞാല് രണ്ട് ഇലക്ട്രോൺസുകൾ രണ്ട് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സ്പിൻ ക്വാണ്ടം നമ്പറിൽ എന്താണ്ട് രണ്ട് ഇലക്ട്രോൺസുകൾ രണ്ട് ഡയറക്ഷനിലോട്ട്, അതിന്റെ വാല്യൂ ആണ് +12 to -12. അപ്പൊ രണ്ട് ഇലക്ട്രോണുകൾ രണ്ട് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ഏത് മുതൽ ഏത് വരെ ഉണ്ട്? +12 to -12. ഈ +12 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനെയും -12 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെയും സൂചിപ്പിക്കും. അപ്പൊ +12 എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻഡ് -12 ഇൻഡിക്കേറ്റ് ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ സ്പിൻ ക്വാണ്ടം നമ്പർ ഒന്നുമില്ല, രണ്ട് ഇലക്ട്രോണുകൾ രണ്ട് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? +12 to -12. +12 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷനെയും. -12 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെയായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. നന്നായിട്ട് നിങ്ങൾ നോക്കിക്കോളണം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ചാപ്റ്റർ തീരുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രമേ ഇതിന്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. ഈ ടേബിൾ നിങ്ങൾ മറന്നുപോകരുത്. ഈ ടേബിൾ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഈ 4 ക്വാണ്ടം നമ്പറുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.